നമുക്കൊരു പുതിയ പ്രൊഡക്റ്റ് ഉണ്ട്. കഴിഞ്ഞ 6 മാസമായിട്ട് നമ്മൾ പരീക്ഷിച്ച് വിജയിച്ചൊരു പ്രൊഡക്റ്റാണ്. നിലവിലെ മാർക്കറ്റിലെ ഫിനൈൽ ലോഷൻസുകൾ, നമ്മൾ വെള്ള കളറിലുള്ള ഫിനൈൽ ലോഷൻ, 2 തരം ഫിനൈൽ ലോഷൻ ഉണ്ട്. ഫിനൈൽ ഫിനൈലുണ്ട്, വൈറ്റ് ഫിനൈലും ഉണ്ട്. ഈ 2 ഫിനൈലിനെയും റീപ്ലേസ് ചെയ്യുന്നത്. എന്തിനാണ് നമ്മൾ ആ ഫിനൈലിൻ്റെ സ്മെല്ല് ഞാൻ 100 പേരോട് ചോദിച്ചിട്ടുണ്ട്. 99 പേരും ഫിനൈലിൻ്റെ മണം ഇഷ്ടമല്ല. പിന്നെയും ഉപയോഗിക്കുന്നത് എന്തിനാണ്? ബാത്റൂമിലെ ബാഡ് സ്മെല്ല് റിമൂവ് ചെയ്യാനാണ്. പിന്നൊരു കസ്റ്റമർ പെയിൻ ആയിരുന്നു, എല്ലാവരും പറഞ്ഞിരുന്നൊരു വിഷയമാണ്. ബാത്റൂമിൽ പെട്ടെന്ന് ബാത്റൂം കഴുകി കഴിയുമ്പോൾ തെന്നി വീഴുന്നു. കാരണം ആ കഴുകി കഴിഞ്ഞാലും ഒരുപാട് വെള്ളം ഉപയോഗിച്ചാൽ പോലും ആ ഒരു ഫോം അതിൽ ബാക്കിയാകും. അതെല്ലാത്തിനും ഒരു ശാശ്വത പരിഹാരമാണ് നമ്മുടെ ഈ പ്രൊഡക്റ്റ്. 50% ലെസ് ഫോം ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്ലിപ്പറി ഒഴിവാകും. വളരെ ഫോം കുറവുള്ളത് കൊണ്ട് ക്ലീൻ ആകുകയല്ല, സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഡിറ്റർജൻറ്റ് പൗഡർ, ഡിറ്റർജൻറ്റ് ലിക്വിഡ് ആണെങ്കിലും, ഫ്ലോർ ക്ലീനർ ആണെങ്കിലും, ബാത്റൂം ക്ലീനർ ആണെങ്കിലും, ഇതെല്ലാമുള്ള ഫോമിൻ്റെ പകുതി ഫോമേ ഉള്ളൂ. ഇതെല്ലാം ചെയ്യുന്നതിൻ്റെ ഒരു 2 times പെർഫോമൻസ് ഉണ്ടാകും. അപ്പോൾ സ്ലിപ്പറി ഒഴിവാകും. പിന്നെ രണ്ടാമത് ബെൻസാൽകോണിയം ക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു ആൻറ്റി മൈക്രോബയൽ ഒരു ഏജൻറ്റ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അത് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ബാക്ടീരിയ, ഫംഗി, വൈറസിനെയൊക്കെ എല്ലാം 100% കില്ല് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം ഇങ്ങനെ കില്ല് ചെയ്യുന്നതിലൂടെ 2 കാര്യങ്ങളാണ്. ഡിസിൻഫെക്റ്റൻ്റ് ആകുകയും ആൻറ്റി ബാക്ടീരിയൽ ആകുകയും മാത്രമല്ല, പകരം ഈ ബാഡ് സ്മെൽ ഉണ്ടാകുന്നത് ബാക്ടീരിയ കൊണ്ടാണ്. ബാഡ് സ്മെൽ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഈ ബാക്ടീരിയ കില്ല് ചെയ്യുന്നതിലൂടെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും ബാഡ് സ്മെല്ലിനെ. നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്ന 1 ലിറ്റർ വാഷ്റൂം ഫ്രഷ്നർ ആൻഡ് ക്ലീനറിൽ ഉപയോഗിച്ചിരിക്കുന്ന 33% പെർഫ്യൂമാണ്. അതും സിന്തറ്റിക് പെർഫ്യൂം അല്ല, എസെൻഷ്യൽ ഓയിൽസ് ആണ്, നാച്ചുറൽ എസെൻഷ്യൽ ഓയിൽ. അപ്പോൾ ഈ എലിമിനേറ്റ് ചെയ്ത ബാഡ് സ്മെല്ലിനെ ഗുഡ് സ്മെല്ലിലേക്ക് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത് മാത്രമല്ല, അതൊരു അപ് ടു 3 to 4 hour ഈ ഗുഡ് സ്മെല്ല് നമുക്ക് ലോങ് ലാസ്റ്റ് ചെയ്യും. അതായത് ഒരു ബാത്റൂം ഫ്രഷ്നറിന് വേണ്ട എല്ലാ ഗുണങ്ങളും ഇതിലുണ്ട്. മൂന്നാമത് പ്രധാനപ്പെട്ടത് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള റോ മെറ്റീരിയൽസ് ആണ് ഇതിലെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ പിറത്തൊഴിച്ചാലും ഈവൻ നമ്മുടെ ചെറിയ സെൻസിറ്റീവായിട്ടുള്ള സ്കിന്നുള്ളവർക്ക് പോലും ഇത് അനായാസേന ഉപയോഗിക്കാം. ഈ പ്രൊഡക്റ്റ് 100% ഫിനൈൽ ഫ്രീ ആണ്. ഫിനൈൽ ഇപ്പോൾ ഉള്ള ഫിനൈലിനെ പറ്റി പറയുകയാണെങ്കിൽ ശരിക്കും ഒരു 15 മിനിറ്റ് വീഡിയോ വേണ്ടി വരും. നമ്മുടെ ഹാംഫുള്ളായിട്ടൊന്നും മാത്രമല്ല, ശരിക്കും ക്യാൻസർ പോലുള്ള, സ്കിൻ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വരുത്തി വയ്ക്കാൻ 90% സാധ്യതയുള്ള ക്യുമിൻ കോമ്പൗണ്ട്സ് ആണ് ഉപയോഗിക്കുന്നത്. ക്യുമിൻ എന്തിലാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ കെരോസിനും ടിന്നറിലൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അതായത് മറ്റ് മാർഗങ്ങളൊന്നും ഇല്ലാതെയാണ് നമ്മൾ ഇത്രയും നാൾ ഫിനൈൽ ലോഷൻസ് ഉപയോഗിച്ചിരുന്നത്. 100% ഫിനൈൽ ഫ്രീ ആണ്. നമുക്ക് ആർക്കും ഇഷ്ടമില്ലായിരുന്നു ആ ഒരു സ്മെൽ. പിന്നെ ഒബ്വിയസ്ലി നിങ്ങൾ ഇപ്പോൾ ഇതൊക്കെ പറയുമ്പോണ്ടാവും അതിന് വില കൂടുതലുണ്ടാവും. അതിന് നമ്മളെങ്ങനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും? നിങ്ങൾ 4 ഫിനൈൽ ഉപയോഗിക്കുന്നതിൻ്റെ 4 ഫിനൈൽ മേടിക്കുന്നതിൻ്റെ പൈസ ഇത് ഒരെണ്ണത്തിനാകുന്നുള്ളൂ. പിന്നെ ഫിനൈൽ ഒരു 50 ml to 100 ml വേണം ഒരു 50 സ്ക്വയർ ഫീറ്റ് ക്ലീൻ ചെയ്യാൻ. അതിൻ്റെ 4-ൽ1 അംശം മതിയാകും. അതായത് ബിലോ 10 ml മതിയാകും ഒരു ബാത്റൂം കംപ്ലീറ്റ് ആയിട്ട് ഡിസിൻഫെക്റ്റൻ്റ് ചെയ്ത്, ഒരു ബാഡ് സ്മെല്ല് റിമൂവ് ചെയ്ത്, ഗുഡ് സ്മെല്ല് റീപ്ലേസ് ചെയ്ത സ്മെല്ല് 3 to 4 hour ആക്കി ഫിനൈൽ ഫ്രീ ആയിട്ടുള്ള ഈ പ്രൊഡക്റ്റിന് 4 ഫിനൈൽ കോമ്പൗണ്ടിൻ്റെ അല്ലെങ്കിൽ ഫിനൈൽ ലോഷൻ്റെ പൈസ ഇതിനാകും. അതുപോലെ തന്നെ നമ്മുടെ ക്ലോസറ്റിൽ ചിലപ്പോൾ മൂത്രം ഒഴിച്ചിട്ട് പുറത്ത് പോകുമ്പോൾ വെള്ളം ഒഴിക്കാനൊക്കെ മറന്നിട്ടുണ്ടാകും. ക്ലോസറ്റിലുള്ള ബാഡ് സ്മെല്ലിന് ഇത് സെയിം തന്നെയാണ്. ഇപ്പോൾ ഫിനൈൽ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു 4 അംശം ഉപയോഗിച്ചാൽ ശരിക്കും നല്ലൊരു സ്മെല്ലായിരിക്കും. ആഫ്റ്റർ യൂസ് നമ്മൾ ടോയ്ലറ്റിലെല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് പോകുമ്പോഴത്തേക്ക് കുറച്ചൊരു 10 തുള്ളി ഒഴിച്ചാൽ നല്ല സ്മെല്ല് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും.